ഞാൻ രേവതി ഇഷിക വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു സ്പെഷ്യൽ സ്ഥലം കാണിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോയി കണ്ടാലോ? വാ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ആ സ്ഥലം കണ്ടാലോ? വാ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലമാണ് ഇത്, കോട്ടുക്കൽ ഗുഹ ക്ഷേത്രം. കേരളത്തിലെ ഒരു ചരിത്രപ്രധാനമായ ക്ഷേത്രമാണ് ഈ കോട്ടുകൽ ഗുഹാക്ഷേത്രം. അതെന്ന് പറഞ്ഞാൽ ഒറ്റക്കല്ലിൽ തീർത്ത ഗുഹാക്ഷേത്രമാണിത്. അതിന് ആ നടുക്കിരിക്കുന്നതാണ് പ്രധാന ദേവൻ ഗണപതിയാണ്. അതേ കണക്ക് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെയും ഒരു വിഗ്രഹം പ്രതിമ കൊത്തിവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നന്ദികേശൻ്റെയും ഉണ്ട്. ശിവലിംഗവും ഇവിടെ പ്രധാനമാണ്. അതേ കണക്ക് അവിടെ ഒരു കിണർ കാണുന്നില്ലേ, ആ കിണർ അത് ഒരിക്കലും വറ്റാത്തൊരു കിണറാണ്. ഈ കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിന് വേറൊരു പേരും കൂടെയുണ്ട്, കൽ തൃക്കോവിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കൊത്തുകൽ എന്ന് പറഞ്ഞാണ് ഈ കോട്ടുക്കൽ എന്ന സ്ഥലപ്പേര് ഉണ്ടായത് തന്നെ. ചരിത്രം പറയുന്നതനുസരിച്ച് AD 6-8 അതിൻ്റെ ഇടയ്ക്ക് ആണ് ഈ അമ്പലം പണി കഴിപ്പിച്ചത്. അതായത് ചടയമംഗലം നാട്ടുരാജ്യമായ അവിടുത്തെ രാജാവാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. നാലുപാടും പാടത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത്. അതിന് ഒത്ത നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വന്ന് നല്ല ശാന്തത ഒരു അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഈ കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. അതുമാത്രമല്ല, ഇവിടെ അടുത്തൊരു നമ്മളുടെ ചടയമംഗൽ ജടായുപാറയിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് ഈ ഒരു ക്ഷേത്രം അവിടുന്ന് 10 കിലോമീറ്ററേ കാണും. ഇവിടെ വന്ന് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മഹാ അത്ഭുതവും കൂടെ കണ്ടിട്ട് പോകുന്നതാകുമ്പോൾ ഏറ്റവും നമുക്കൊരു മനസ്സിനൊരു കുളിർമയേകുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. ചുറ്റിയാണെന്ന് കണ്ടാലോ? ഇതാണ് നമ്മുടെ കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിൻ്റെ അകത്തളം. ഈ കല്ലിവിടെ ചുമട് താങ്ങി കൊണ്ടുവന്ന പാറയാണ്. അവിടെ ഒരു മണ്ഡപം പോലെ കെട്ടി സംരക്ഷിച്ചേക്കുന്നത്. ഇതാണ് ചുമ്മാടും പാറ എന്നറിയപ്പെടുന്നത്. അത് പണ്ട് ഭൂതഗണങ്ങളായ നന്ദിയും ശിവൻ്റെ ഭൂതഗണങ്ങളായ നന്ദിയും എല്ലാവരും കൂടെ ചേർന്ന് ഈ പാറ ഇവിടെ സ്ഥാപിച്ചപ്പോൾ അതിന് ഒരു ചുമ്മാട്, ആ പാറയാണ് ഇവിടെ കൊണ്ടുവന്ന് ഒരു സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടി സംരക്ഷിച്ച് വെച്ചേക്കുന്നത്. അതേ കണക്ക് തന്നെ ഈ ഒറ്റക്കൽ പാറ ഒരു ആന കിടക്കുന്ന രീതിയിലാണ് ഈ ഒറ്റക്കൽ പാറയുടെ നിർമ്മിതി. കണ്ടോ? നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും ഒരു ആന എങ്ങനെ കിടക്കുന്നു അതേ രീതിയല്ലേ ഒറ്റക്കല്ല ഈ നിർമ്മിതി വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പം പുരാവസ്തു
അവർ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇതേ കണക്ക് ഇവിടെ തറയോടൊക്കെ പാകിയത്. പണ്ട് വന്ന സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ മൊത്തം മണ്ണായിരുന്നു, ഫുൾ മണ്ണായിരുന്നു, ഒരു മതിലൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഫുള്ള് തുറന്ന് കിടക്കുമായിരുന്നു. അതേ കണക്ക് അപ്പുറവും ഇപ്പുറവും എല്ലാം വയലായിരുന്നു, റോഡും ഇല്ലായിരുന്നു, ഒന്നുമില്ല, ഒരു ചെറിയൊരു വരമ്പ് പോലൊരു ഭാഗമായിരുന്നു. പക്ഷേ ഇപ്പം ഇതെല്ലാം നല്ല വൃത്തിയാക്കി എല്ലാം ഫുള്ള് വേലിയൊക്കെ തിരിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഈ അമ്പലം. അതുപോലെ തന്നെ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തേക്കുന്നതാണ് ഇപ്പം ഈ അമ്പലം. അപ്പോൾ ഈ കാണുന്ന കിണർ കണ്ടോ, ഇതാണെങ്കിൽ ഒരിക്കലും വറ്റാത്ത കിണറാണ്, ഒരിക്കലും വറ്റത്തില്ല. എപ്പോഴും ഇവിടെ തെളി വെള്ളമാണ്. ഇവിടെ ഈ വയലിലൊക്കെ മഴ പെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടെ അങ്ങ് ചെളിവെള്ളം നിറയുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കിണറ്റിലാണെങ്കിൽ ഒരിക്കലും പറ്റത്തുമില്ല, നല്ല തെളി വെള്ളമാണ്, ഏത് സമയവും നല്ല തെളിവെള്ളമാണ് ഈ കിണറ്റിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. പാറയിൽ നിന്നുള്ള ഊറ്റ. പക്ഷേ ഇപ്പോൾ എല്ലാം ഇത് നല്ല തിരിച്ച് കിണറാക്കി പോലെ എടുത്തേക്കാം. പണ്ടിത് പാറയായിരുന്നു, പാറയിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്ന രീതിയായിരുന്നു പണ്ടിവിടെ. ഈ പ്രദേശത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് രണ്ടല്ല കുറേ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഞാനിപ്പം കേട്ടത് 2 ഐതിഹ്യങ്ങൾ ഞാൻ നിങ്ങൾക്കുമായിട്ട് പങ്കുവയ്ക്കാം. ഒരേ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ടത്തെ ശിവൻ്റെ ഭൂതഗണങ്ങളായ നന്ദി ഉൾപ്പെടെ അവർ കല്ല് ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് വെളുപ്പിലെ കോഴി കൂവി അങ്ങനെ കോഴി കൂവിയ സമയത്ത് അവർ ഈ കല്ല് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ട് അവർ പോയെന്നൊരു ഐതിഹ്യമുണ്ട്. അന്നേരം അവർ കൊണ്ടുപോയ ഒരു ചുമടുതാങ്ങും പാറ എന്ന് പറഞ്ഞില്ല, ആ ചുമ്മാട് പാറ അവിടെ അപ്പുറത്തും പ്രതിഷ്ഠിച്ചിട്ടാണ് അവർ പോയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കഥയെന്ന് പറയുന്നത് 2 ബ്രാഹ്മണന്മാർ, സഹോദരങ്ങളായ ബ്രാഹ്മണന്മാർ, അവർ ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പൂജ ചെയ്ത് അങ്ങനെ ഇവിടെ ഈ 2 വിഗ്രഹങ്ങൾ, 2 ഗണപതിയും 2 ശിവനും എന്നുള്ള രീതിയിൽ ഇവിടെ 2 വിഗ്രഹങ്ങളും ഉണ്ട്. അതും ഒരു ഐതിഹ്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന ക്ഷേത്രമാണ് ഇതും. അതുമാത്രമല്ല ഇവിടെ ഒട്ടേറെ വിനോദസഞ്ചാരികളെല്ലാം, വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ പലരും ഇവിടെ വന്ന് പോകാറുണ്ട്. ഇവിടുത്തെ പ്രധാന ദേവൻ എന്ന് പറയുന്നത് ഗണപതിയാണ്. അത് കണക്ക് തന്നെ ഗണപതി നമുക്ക് വരുമ്പം തന്നെ ആദ്യം ഗണപതിയെ കാണാം, പിന്നെ അകത്തോട്ട് തന്നെ ഒരു ഗണപതി ഇരിപ്പുണ്ട്. അതേ കണക്ക് അതിനകത്ത് തന്നെയാണ് ശിവൻ്റെ ഒരു വിഗ്രഹം, ശിവനും 2 എണ്ണം, ശിവലിംഗം 2 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹനുമാൻ്റെ ഒരു വിഗ്രഹമുണ്ട്, നന്ദിയുടെ വിഗ്രഹവും ഇവിടെ ക്ഷേത്രത്തിലുണ്ട്. അപ്പോൾ ഇവിടെ കോട്ടിക്കൽ അമ്പലത്തിൽ എത്തിച്ചേരേണ്ടത് കൊല്ലത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ആയു വഴി കോട്ടിക്കൽ എത്തിച്ചേരാവുന്നതാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം നിലമേൽ ചടയമംഗലം മഞ്ഞപ്പാറ വഴി കോട്ടിക്കൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പുറത്ത് രാജ്യങ്ങളും പുറത്ത് സ്ഥലങ്ങളും എല്ലാം കാണാൻ പോകും. അതിൽ നിന്ന് നമ്മളുടെ തൊട്ടടുത്തുള്ള ഇങ്ങനെയുള്ള നല്ല പ്രകൃതിരമണീയമായ നല്ല സ്ഥലങ്ങൾ കാണാനും കൂടെ നിങ്ങൾ ഒന്ന് ശ്രമിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.